എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. CSEB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണ് എങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് GKയിൽ നിന്ന് വരിക. പക്ഷേ GK എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ പഠിക്കണം? ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് അല്ലേ? ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കറണ്ട് അഫെയർ, സയൻസ്, ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ പഠിച്ച് നമുക്ക് എല്ലാത്തിനെയും ഡെപ്തിലേക്കല്ല നമുക്ക് പഠിച്ചു പോവേണ്ടത്. എല്ലാത്തിനെയും കുറിച്ചിട്ട് ഓവറോൾ ഒരു നല്ല ധാരണ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു GK ടോപ്പിക്കിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ മനസ്സിലാവും. ഹിസ്റ്ററി, ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയിൽ നിന്ന്, വേൾഡ് ഹിസ്റ്ററി അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഡെപ്തിലേക്കല്ല ഞാൻ പറയുന്നത്, ഒരുപാട് വൈഡായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് എങ്ങനെ പഠിക്കാം? ഒരു ദിവസം ഇരുന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചാലൊന്നും നമുക്ക് അങ്ങനെ നേടിയെടുക്കാനായിട്ട് പറ്റില്ല. കുറേശ്ശെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചിട്ട് പോവാം. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന 1-2 കാര്യങ്ങളും കൂടെ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ആ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ പ്രധാനമായിട്ടും നവോത്ഥാന നായകന്മാരെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അവരെ, ഇപ്പോൾ ഗാന്ധിജി, സ്വാതന്ത്ര്യ സമര സേനാനികൾ പഠിക്കുമ്പോൾ ഗാന്ധിജി, നെഹ്റു, ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി, അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയൊക്കെ പഠിക്കുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അതിൻ്റെ വർഷങ്ങൾ അങ്ങനെ പഠിച്ചു പോവാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേശ്ശെ ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നൊരു സമരമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്നു. ദണ്ഡി മാർച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറം വരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നു. പയ്യന്നൂരായിരുന്നു കേന്ദ്രം. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് കിട്ടി. ഏതായിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രം? പയ്യന്നൂരാണ്. ആരായിരുന്നു അതിന്റെ നേതാവ്? കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ്. കണ്ടോ? അപ്പൊ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഏത് വർഷമാണ് നടന്നത്? 1930. 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ കേരളത്തില് പയ്യന്നൂരായിരുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കേളപ്പൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പയ്യന്നൂര്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? കേരള റിനൈസൻസിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതുപോലെ കൃതികൾ പഠിക്കണം. അതിപ്പോൾ കേരള റിനൈസൻസ് ആയാലും ഇന്ത്യൻ റിനൈസൻസ് ആയാലും പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ഒക്കെ പറയുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളോ നാടകങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് പോകണം അല്ലെ? പത്രങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ സമ്പാദ് കൗമുദി എന്നൊക്കെ പറയുന്നത് രാജാറാം മോഹൻ റോയ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഭകള് അല്ലെ? അപ്പോൾ രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ്, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള നവോത്ഥാന നായകന്മാര് അവര് ആവിഷ്കരിച്ച സംഘടനകൾ, അതിനെയൊക്കെ ജസ്റ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ പഠിക്കും? നമ്മൾ ഒരു പുസ്തകത്തിലെ കോളം തിരിച്ചെഴുതി വെക്കുക. അതായത് അത് ഫൗണ്ടറിന്റെ പേരും അതുപോലെ സംഘടനയും അതിന്റെ വർഷവും, അതെവിടെയാണ് തുടങ്ങിയത്, അതങ്ങനെ 4 കോളം വരച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരീക്ഷകൾക്ക് പോകുന്നതിന് മുൻപും നമുക്കൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് പറ്റും. അല്ലാതെ ഓരോ പ്രാവശ്യം ഓരോ പേപ്പറിൽ എഴുതുന്നു അത് കളയുന്നു അങ്ങനെയല്ല. കൃത്യമായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയത്ത് പല പരീക്ഷകൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും.
മനസ്സിലായോ? അപ്പോൾ വേദാധികാര നിരൂപണം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അല്ലെ. കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടമ്പി സ്വാമികളെ എഴുതിയ ഒരു പുസ്തകമാണ് വേദാധികാര നിരൂപണം. എന്താ അതിൽ പറയുന്നത്? അവർണർക്കും വേദം പഠിക്കാം. അതായത് ബ്രാഹ്മണർക്ക് മാത്രമല്ല വേദം പഠിക്കാനുള്ള അധികാരമുള്ളത്, അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന കൃതിയാണ്, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഈ ഒരു കൃതി ആര്? വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച സമയത്ത് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്. അതായത് ചട്ടമ്പി സ്വാമി ഈ ഒരു പുസ്തകം വായിച്ചിട്ട് എന്താ പറഞ്ഞത്? തീ പോലുള്ള വാക്കുകളാണ് എന്ന്. അതിൻ്റെ ഉള്ളിൽ അത്ര സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വേദാധികാര നിരൂപണത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ് ഈ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് ഭാഗ്യം. അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു വാക്കുകൾ കൊണ്ട് എന്താണ് പുസ്തകം കത്തിപ്പോകാതിരുന്നത് ഭാഗ്യം എന്ന്. അത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടാണ് അവർണർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമി ഉദ്ഘോഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളുടെ കൃതി, ശ്രീനാരായണ ഗുരുവിന്റെ കൃതി, ഇതൊക്കെ പഠിക്കണം അല്ലെ. വൈകുണ്ഠസ്വാമിയുടെ എളുപ്പമാണ് പഠിക്കാൻ, 2 എണ്ണേ ഉള്ളൂ: അമ്മാനെ, അരുൾനൂല്, അഖിലത്തിരുട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഏതൊക്കെയാണ്? ദർശനമാല, ദൈവദശകം, കാളി നാടകം, ചിജണ്ട ചിന്തനം അല്ലെ. അങ്ങനെ കുറേ കൃതികളുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുക. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം അല്ലെ, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പം അങ്ങനെ കണക്ഷൻ ഉള്ളതും കൂടി നോക്കി വയ്ക്കുക. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പ്രധാനപ്പെട്ട കേരള റിനൈസൻസ് ലീഡേഴ്സിന്റെ പുസ്തകങ്ങൾ നോക്കുക. അടുത്തൊരു ചോദ്യം: ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ എ ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. സതി നിർത്തലാക്കാനൊക്കെ മുന്നിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ അന്നത്തെ ഇന്ത്യയിൽ അല്ലെങ്കിൽ സാമുദായികമായിട്ട് നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള സതി പോലെയുള്ള സമ്പ്രദായങ്ങളും ശൈശവ വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതും രാജാറാം മോഹൻ റോയിയാണ്. അടുത്തൊരു ചോദ്യം. അപ്പം അതിനു മുൻപ് ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ കുറേ പേർക്കൊക്കെ സംശയമുണ്ട്, അത് എങ്ങനെ പഠിച്ചു തുടങ്ങും, ഇത് എങ്ങനെയാണ്? അതായത് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഡിഗ്രിയും PG ഒക്കെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് അവിടെ. പക്ഷേ ഈ ഒരു GK എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്നവരുണ്ടാവും. എന്താണ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ബിഗ്നേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിഗ്നേഴ്സ് ബാച്ചിൽ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യം മുതൽ എല്ലാ സബ്ജക്റ്റുകളും അതെ, അതായത് കോർപ്പറേഷനോ ലോയോ അങ്ങനെയുള്ള ഭാഗങ്ങളും ഒക്കെ, അതുപോലെ ജനറൽ പേപ്പറിൽ വരുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്, കറണ്ട് അഫെയർ, പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, ഇതെല്ലാം നമ്മൾ തുടക്കം മുതൽ ആദ്യം മുതൽ എങ്ങനെ പഠിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ ആക്കി അങ്ങനെ ഒരു ബിഗ്നേഴ്സ് ബാച്ചാണ് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സിലബസ് അനുസരിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തി സിലബസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഓർഡർ ഉണ്ടാവും പഠിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനായിട്ടാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മുകളിൽ കണ്ടോ 8921440580 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കർത്താപൂർ ഇടനാഴി ഏത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനെയും കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ ആണത് കർത്താപൂർ കോറിഡോർ എന്ന് പറയുന്നത്. പലപ്പോഴും വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യം തന്നെയാണിത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും
കർത്താപൂർ കോറിഡോർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പൊ അത് ഏത് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? സിഖ് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിഖ് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർത്താപൂർ ഇടനാഴി. സിഖ് ഗുരുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. കുറേയൊക്കെ ഇന്ത്യയിലും കുറേയൊക്കെ പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അവയൊക്കെ കണക്ട് ചെയ്യുന്നതാണ്, ഒരു ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കർത്താപൂർ കോറിഡോർ എന്ന് പറയുന്നത്. അത് സിഖ് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും വാർത്തയിലൊക്കെ എപ്പോഴും ഒന്നാമത്തെ പേജിൽ തന്നെ വരുന്ന ഒരു വാർത്തയാണ് ഈ കർത്താപൂർ കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ഇന്ത്യയിൽ ഒരുപാട് യൂറോപ്യന്മാർ വന്നു അല്ലേ, ഒരുപാട് യൂറോപ്യൻ ശക്തികൾ വന്നു. അപ്പോൾ ആദ്യമൊക്കെ അവർ വന്നത് എന്തിനായിരുന്നു? ഇന്ത്യയിലെ വാണിജ്യ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യകാല ആവശ്യങ്ങൾ. പക്ഷെ പതുക്കെ പതുക്കെ അവര് എന്തായി? ഇന്ത്യയിലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം വന്നവരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ തന്നെയാണ് ഇന്ത്യയുമായിട്ട് ആദ്യമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിച്ചത്. പിന്നെ ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, ഏറ്റവും അവസാനം വന്നതാണ് ഫ്രഞ്ചുകാര്. ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസുകാര്, പിന്നെ ഡച്ചുകാര്, പിന്നെ ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്. അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ച് പറയൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. ബ്രിട്ടീഷുകാര് ഏറ്റവും കൂടുതൽ ഏരിയ, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഭാഗവും ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രഞ്ചുകാരുടെയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാഹി പോലെയുള്ള പ്രദേശങ്ങളൊക്കെ മാത്രമാണ് ഫ്രഞ്ചുകാരുടെ കയ്യിലുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ ഗോവ അല്ലേ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലുണ്ടായിരുന്ന വിദേശ ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു ഗോവയൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്തത്, നയി താലീം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ഗാന്ധിജി മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് നയി താലീം എന്ന് പറയുന്നത്. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടൊക്കെ ധാരാളം പറഞ്ഞിട്ടുള്ള വ്യക്തി ഗാന്ധിജിയാണ് അല്ലെ. വിദ്യാഭ്യാസം മാത്രമല്ല, അതിനെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പൊ നയി താലീം എന്ന് പറയുന്നത് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സംസ്ഥാനത്താണ് ഏകതാ പ്രതിമയുള്ളത്? ആരുടെയാണ് ഈ പ്രതിമ? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ് അല്ലേ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ കുറേ നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ അവയൊക്കെ കൂട്ടിച്ചേർത്ത് ഇന്ത്യൻ യൂണിയൻ ആക്കണമെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കാനായിട്ട് ആ നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏകതാ പ്രതിമ എവിടെയാണ്? ഗുജറാത്തിലാണ്, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തന്നെ. അപ്പോൾ ഗുജറാത്തിലാണ് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്നാകണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? കണ്ടോ, ഇങ്ങനെ കോമൺ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വളരെ പ്രധാനപ്പെട്ട കോഡ്സുകൾ ഇതുപോലെ ചോദിക്കും. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതല്ല, ചെറിയത്. അപ്പൊ ഇതേതാണ്? ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ആരാണ് സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്നാകണം എന്നൊക്കെ പറഞ്ഞു വന്നത്? ആരായിരിക്കും? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്നാകണം, ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് ആര്? അപ്പോൾ 30, 31, 32 കാലഘട്ടത്തിൽ 1930,
31, 32 സമയത്ത് 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ലണ്ടനിൽ നടന്നത് അല്ലേ? അതിൽ വട്ടമേശ സമ്മേളനത്തിൽ ഓരോ വിഭാഗങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തരാണ് പങ്കെടുത്തത്. 30-ലും 32-ലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്ത് ആരും തന്നെ പങ്കെടുത്തില്ല. 31-ല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധിയാണ് പങ്കെടുത്തത്. എന്നാൽ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് ആരാണ്? ഓപ്ഷൻ എ ആണ്, സരോജിനി നായിഡു. ഓപ്ഷൻ എ, സരോജിനി നായിഡു. അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ തേജ് ബഹാദൂർ സുപ്രു ഒക്കെ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തതാണ്. കണ്ടോ? അപ്പം ഇങ്ങനത്തെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. അതല്ലാതെ ഭയങ്കര ഡെപ്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു ബുക്ക് എടുത്ത് വെച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ഇതിലാണ് പഠിച്ചു പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അതുപോലെ തന്നെ കുറേ പേരുണ്ടാവും ഇങ്ങനെ പഠിച്ചിട്ട് എന്താ പറയുക ചെറിയ ചെറിയ മാർക്കിനൊക്കെ മിസ്സായി പോയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ബാച്ചാണ് ഈ ഒരു ബിഗിനേഴ്സ് ബാച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകളെ കുറിച്ചിട്ടും പുതിയ പുതിയ വാർത്തകളൊക്കെ ഈ ഒരു ചാനലിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്